ആ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ലൊരു കലാകാരൻ. ഒരു സംഗീതത്തിൽ, അതായത് സംഗീതമാണ് ജീവിതം എന്നൊക്കെ പറയും പോലെ അവൻ്റെ ഉള്ളിലും മനസ്സിലും ഒക്കെ സംഗീതമാണ്. അങ്ങനെ ഒരു മിടുക്കനായ ഒരു കലാകാരനെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ, നമ്മുടെ കൂട്ടുകാർക്ക് മുന്നിൽ, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അത് ഓരോരുത്തരും ഈ ചാനൽ കാണുകയും ഈ മങ്കുട്ടൻ്റെ പ്രോഗ്രാം വിജയിപ്പിക്കുകയും വേണം. നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിലാണ് ആ കലാകാരൻ്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ നമ്മുടെ മിടുക്കൻ കുട്ടനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. നന്ദൻകോട് ഹരീഷ് ബാബു. നമസ്കാരം. നമസ്കാരം രശ്മി ചേച്ചി. എന്തൊക്കെയുണ്ട് മങ്കുട്ട വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട്. അതെന്താ നല്ല വിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? പാട്ട് അത് തന്നെയാണ് നമ്മുടെ വിശേഷം. നമുക്ക് എപ്പോഴും ഉള്ളൊരു വിശേഷം എന്ന് പറയുന്നത് സംഗീതം തന്നെ. പുതുതായിട്ടൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത മോനെ? പുതിയതായിട്ടൊക്കെ പ്രോഗ്രാംസൊക്കെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ പാട്ടുകൾ. പിന്നെ ഈ ഇടയ്ക്ക് കച്ചേരിയൊക്കെ ചെയ്തല്ലോ, നന്നായിട്ട്. കച്ചേരിയൊക്കെ ഇടയ്ക്ക് ചെയ്ത് അഭേദാന്ത ആശ്രമത്തിൽ വെച്ച്. ഓഹോ, പിന്നെ ശിവൻ കോലേജ് ചെയ്ത്. ശിവൻകോലി ചെയ്തു. ആ, മിടുക്കൻ. എങ്ങനെയുണ്ടായിരുന്നു? ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞു? നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്കായിട്ടൊരു 4 വരി നമുക്കൊരു പാട്ടിലൂടെ അങ്ങ് തുടങ്ങാം. മൂങ്കുട്ടിന് ഇഷ്ടമുള്ളൊരു പാട്ട് ഒരു 4 വരി പാടി അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും ഒരു സന്തോഷമാവില്ലേ? അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ, ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ, അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. സൂപ്പർ മങ്കുട്ട. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ട് മങ്കുട്ടിനെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ 4 വരി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ മങ്കുട്ടനോട് ചോദിക്കുകയാണ്. ഇനി കുറച്ച് നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ മങ്കുട്ടനെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ ആരും മറന്നു വരുത് കേട്ടോ. അങ്ങനെ മങ്കുട്ട സൂപ്പറായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ശരിക്കും മോന് ഈ ഒരു രംഗത്തേക്ക് കടന്നു വരുമ്പോൾ, അതായത് ഈ ഒരു സംഗീത രംഗത്തേക്ക് കടന്നു വരുമ്പോൾ, മോൻ സ്വതീർന്നാളിലല്ലേ പഠിച്ചത്? സ്വതീർന്നാളിൽ MA മ്യൂസിക്കാണ്. ബിയും സ്വതീർന്നാളിലായിരുന്നു. മേടുക്കൻ, വെരി ഗുഡ്. ഇപ്പം MA മ്യൂസിക് കഴിഞ്ഞു കച്ചേരികളുമായിട്ടൊക്കെ പോകുന്നു. പിന്നെ അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ മുകളിൽ അച്ഛൻ മുകളിൽ. അവൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ തൽക്കാലം വീട്ടിലാണ് ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നത്. അച്ഛൻ മുകളിലോട്ട് നിൽക്കുന്നു. മോങ്കുട്ടൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു കൂടാതിരിക്കാൻ അച്ഛൻ്റെ ഒരു പ്രാർത്ഥന എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അമ്മ തൊട്ടരികിൽ തന്നെയുണ്ട്. അമ്മയെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തും. മോങ്കുട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ അമ്മ തന്നെ നേരിട്ട് പറയും. അതായിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വീണ്ടും ഞാൻ മോൻ്റെ അടുത്തേക്ക് തന്നെ നീങ്ങുകയാണ്. പിന്നെ ചേച്ചിയും കുഞ്ഞൊക്കെ എവിടെ? അങ്ങ് വീട്ടില്. അതൊക്കെ ഞാൻ അമ്മയോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളാട്ടോ. പിന്നെ അല്ലാതെ എന്താ മോനെ പാട്ടിനെ കുറിച്ച് മോൻ്റെ ആഗ്രഹങ്ങളൊക്കെ മോന് ഉണ്ടാവുമല്ലോ, സംഗീത എങ്ങനെ മോന് ഇഷ്ടപ്പെട്ട ഗായകന്മാരെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ. നമുക്ക് നല്ല റിലാക്സ്. ശ്രീയേട്ടൻ,
ചിത്ര ചേച്ചി, ആ. സുജാത ചേച്ചി, ആ. പിങ്ങിനി ഗായകൻ മധു ബാലകൃഷ്ണൻ, ഓ പിന്നെ പിന്നെ ബിജു നാരായണൻ, ആ. രവിശങ്കർ, ആ. പിന്നെ ഹരിശങ്കർ, ആ. പിന്നെ വിജയ് യേശുദാസ്, ആ. ഉണ്ണി മേനോൻ, സുധീർ കുമാർ, ആ. പിന്നെ എന്താണ് കാവൽ സുകുമാർ, ആ. കഥളബാബൻ, അതും പറയണം. അത് പിന്നെ അവന്റെ കർണാട്ടിക് മ്യൂസിക്കിൽ ഇപ്പോഴത്തെ ഗുരു ആരാണ്? കർണാട്ടിക് മ്യൂസിക്കിൽ പഠിപ്പിക്കുന്ന സാർ ആരാണ്? ഉണ്ണികൃഷ്ണൻ സാർ. പിന്നെ മൃദംഗം വായിച്ചത് ചേർത്തല വയലിൻ ശില്പി ബാലസുബ്രഹ്മണ്യം, മൃദംഗം ചേർത്തല ആർ ജയദേവൻ. പിന്നെ മ്യൂസിക് അടുത്തത് ഘടം അത് വായ്പള്ളി കൃഷ്ണൻ. ഓ വെരി ഗുഡ്. എന്തായാലും 3 പേരും ഓരോ അവരവരുടെ മേഖലയിൽ പ്രശസ്തരായി നിൽക്കുന്ന വ്യക്തികൾ. പിന്നെ ശരത് സാറ്. ശരത് സാറ് ക്വസ്റ്റ്യൻ എൻ്റെ ഉത്തരം മാറിപ്പോയില്ല. ശരിയാ, ശരത് സാർ. പിന്നെ ശരത് സാറ്, SPB സാർ അതില്ല പറയാൻ. സാറിന് ഇഷ്ടമാണല്ലോ. സാറിന് ഏതെങ്കിലും പാട്ടിന്റെ 2 വരി പാടാൻ പറ്റുമോ? സാറിന്റെ മണ്ണില്ലിന്ത കാതലன்றி யாரும் வாழ்தல் கூடுமோ, எண்ணம் கன்னி பாவையின்றி 7 சொதம் தான் பாடுமோ, பெண்மை இன்றி மண்ணில் இன்பம் ஏதடா, கண்ணை மூடி கனவில் வாழுமானிடா, மண்ணில் இந்த காதலன்றி யாரும் வாழ்தல் கூடுமோ, எண்ணம் கன்னி பாவையின்றி 7 சொதம் தான் பாடுமோ, பெண்மை இன்றி மண்ணில் இன்பம் ஏதடா. സൂപ്പർ പാട്ടാണ്. ഇനി മോന് കുറച്ചുകൂടി പേരുകൾ പറയാൻ ആഗ്രഹമുണ്ടല്ലേ? കുറെ പേരുകൾ ഇങ്ങനെ നാവിൻ തുമ്പിലോ നിൽക്കുന്നുണ്ടല്ലോ. മഞ്ജരി ചേച്ചി, ജോസ്ന ചേച്ചി, പിന്നെ രഞ്ജിനി ജോസ് ചേച്ചി, ആശാ ഭോസ്ല, സാധന സർഗം, പിന്നെ ശ്രേയ ഘോഷാൽ, പിന്നെ മിമ്മിനി, പിന്നെ 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 നിത്യശ്രീ മഹാദേവൻ, മഹാനദി ശോഭന അത്, പിന്നെ 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 DK പട്ടമ്മൽ അവർ അത് കീർത്തനം പാടുന്നതാണ്. പിന്നെ പിന്നെ ഒരു നന്നായിട്ട് പാടാൻ ഗായത്രി നന്നായിട്ട്. ശരിക്കും മോൻകുട്ടൻ മിടുക്കനാണ്. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ആരെങ്കിലും പേര് ചോദിക്കുന്നത് ഞാൻ മാക്സിമം 4-5 പേര് എല്ലാവരുടെയും മനസ്സിൽ, പക്ഷേ പറഞ്ഞു വരുമ്പോൾ ഇത്രയും പേരുകളൊന്നും വരത്തില്ല കേട്ടോ. ഈ പറഞ്ഞ പേര് കേട്ടവർക്കും ഏറ്റവും കൂടുതൽ ദൈവാധീനമുള്ളവരായിരിക്കും. മോൻകുട്ടൻ ഇത്രയും പേരുകൾ ഓർമ്മിച്ച് വെച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. ശരിക്കും സന്തോഷം. അതെ, സന്തോഷം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നന്നായിട്ടിരുന്ന് പഠിച്ച് പാടണം. അല്ലാതെ പാടിയെന്ന് വെച്ച് യാതൊരു ഉപയോഗമില്ല. നിങ്ങൾ നന്നായി പഠിച്ച് പാടുക. നമ്മുടെ ഹരിക്കുട്ടൻ്റെ മനസ്സിലും ശരീരത്തിലും ഒക്കെ ശരിക്കും ചിന്തയും എല്ലാം സംഗീതമാണ്. അത് നന്നായിട്ട് പഠിച്ചിട്ട് പാടാം എന്നാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ ഇടയ്ക്ക് ഒരു വിശേഷം കേട്ടല്ലോ മോൻകുട്ട, ഈ നമ്മുടെ ചിത്ര മാമിന്റെ കൂടെ ഓൺലൈനിലും കണ്ട് കല്യാണത്തിന് അത് എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു മോനെ പ്രോഗ്രാം? ആ പ്രോഗ്രാം നന്നായിരുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു? അത് മാജിക് പ്ലാനറ്റ് വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം മോനുണ്ടായല്ലേ? ഞാനിത് കൈരളി ഏതോ ഒരു ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാം. നന്നായിട്ട് ചിത്രമാമിന്റെ ഒപ്പം പാടിയല്ലേ? മാം എന്തൊക്കെ വരികളൊക്കെ ക്ലിയർ ചെയ്തു അല്ലേ? അതെ, ആ പാട്ടൊന്ന് പാടിയ മോനെ. കല്യാണത്തെ നില കായ്ച്ചാത പാലില നീതാനൈ വാനില എന്നോട് വാനില തീയാത വെണ്ണില ഉൻ കാതൽ കണ്ണില
ആകായം മണ്ണില കല്യാണത്തെ നില കായ്ച്ചാത പാൽനില. സൂപ്പർ. പിന്നെ അടുത്തായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഞാൻ കുറേ നേരമായിട്ടിരുന്ന് ആലോചിക്കുകയാണ്. നമ്മൾ ഈ സ്വാതിരുന്നാൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം അവൻ ജോലിക്കായിട്ടൊക്കെ ശ്രമിച്ചോ? ഇത്രയും നന്നായി പാടുന്ന കുട്ടിക്ക് സംഗീതം പഠിപ്പിച്ചുകൂടെ? പഠിപ്പിക്കണം. ഇപ്പൊ എത്ര പേര് പഠിപ്പിക്കുന്നുണ്ട്? ഇപ്പം കുറച്ചുകൊണ്ട് പഠിപ്പിക്കണം. കുറച്ച് പേരെ പഠിപ്പിക്കും. കുറച്ച് പേര് ഇനി നമ്മൾ അത് കണ്ടെത്തി കുറേ പേര് പഠിപ്പിക്കണം കേട്ടോ. കാര്യം മോന് നല്ല അറിവുണ്ട്. ശരിക്കും ഏത് ഒരു ഗായകരെ ഇപ്പം ചെന്ന് ചോദിച്ചാലും അവർ പറയുന്നേക്കാൾ ഏത് സ്പീഡിലാണ് മോന്റെ ആ ഓരോ. ശരത് സാറിനെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ഓർമ്മയുണ്ട്. ശരത് സാറിനെ കുറിച്ച് ആണല്ലേ? പിന്നെ എനിക്ക് സ്മൂളിലൊക്കെ പാട്ടിട്ടിട്ടുണ്ട്. ഓ അതെയോ. അത് സൗമ്യ ചേച്ചിയുടെ. അപ്പൊ സ്മ്യൂളിലുള്ള ഗായകർക്കും ഏറ്റവും വലിയ സന്തോഷമായിക്കൊള്ളട്ടെ. കാര്യം അപർണ രാജീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഗായികയാണ്. ശരിക്കും ഗസൽ സംഗീതമൊക്കെ ഇഷ്ടമാണല്ലേ? ഞാൻ പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്. അന്ന് നമ്മൾ പ്രോഗ്രാമിന് ഹരിയുടെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഹരി കണ്ടു, അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിയാ നമ്മുടെ ONV കുറുപ്പ് സാറിൻ്റെ എന്താ പറയണ്ടേ ചെറുകുട്ടി നമുക്കൊരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത, നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരാളാണ് ONV മാഷ് എന്ന് പറയുന്നത്. അപ്പം അപർണ രാജീവിനെ നമ്മൾ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. നല്ലൊരു ഗായികയാണ്. മോൻ ആ പേര് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് വേറെ കുറച്ച് വ്യത്യസ്തമായ ചോദ്യങ്ങളിലേക്ക് പോകാം. മോന് ശരിക്കും ഇപ്പോൾ കച്ചേരി നടത്തുന്നതിനോടാണോ കൂടുതൽ താല്പര്യം, അതോ പിന്നെ അല്ലാതെയുള്ള ഡിവോഷണൽ സോങ്സ്, അല്ലാതെ ഗാനമേള, ഏതൊരു ടൈപ്പ് ഗാനങ്ങളോടാണ് മോന് കൂടുതൽ ഇഷ്ടം? എനിക്ക് കൂടുതൽ ഇഷ്ടം ആകെ ഒരു സ്റ്റേജ് വലിയ ഹാളിൽ വെച്ച് നന്നായിട്ട് പാടുന്ന അവിടെയാണ് ഇഷ്ടം. വലിയ സ്റ്റേജിൽ പിന്നെ പുടപ്പനക്കുന്നില് പിന്നെ പോട്ടെ, അത് അവന്റെ ഉള്ളിൽ എന്തൊക്കെ ഇഷ്ടങ്ങളാണ് കേട്ടോ. സോപാന സംഗീതം പറഞ്ഞ സോപാന സംഗീതം പഠിക്കുന്നുണ്ടല്ലേ? വന്നപ്പോൾ അമ്മ പറയുന്ന കേട്ട് ഞാൻ സോപാന സംഗീതം. ഏത് പഠിച്ച് തുടങ്ങിയിട്ടില്ല, അത് നമുക്ക് പഠിച്ച് തീർന്നില്ല. അതാ അമ്മ പറയാം. സംഗീതം നമ്മളൊന്നും തീരുന്നില്ലല്ലോ മോനെ, നമ്മൾ തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയല്ലേ, നമ്മളൊന്നും എത്തുന്നില്ലല്ലോ. അപ്പം അത് സോപാന സംഗീതം ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഭഗവാനെ സമർപ്പിക്കുകയാണെന്ന് വെച്ചാൽ അത് വലിയ. അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടോ? കീബോർഡ് അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലേ? കീബോർഡ് പ്ലേ ചെയ്യുമല്ലോ. പിന്നെ വയലിൻ പഠിക്കുന്നില്ല? വയലിൻ പഠിക്കുന്ന മൃദംഗം പഠിപ്പിക്കുന്ന ആരാണ്? ഉടുപ്പി സാർ. എല്ലാം നല്ല ഗുരുക്കന്മാരാണല്ലോ അടുത്തത്. പിന്നെ കുറേയൊക്കെ പഠിപ്പിക്കും. പിന്നെ തമിഴ്. പിന്നെ ഇനി സംഗീതം, പിന്നെ സിനിമ പാട്ട് ഞാൻ പാടിയ അതൊക്കെ ഒന്ന് പറഞ്ഞു. ഈ സിനിമാ ഗാനങ്ങൾ എങ്ങനെയാണ് മോൻ പ്രാക്ടീസ് ചെയ്യുന്നത്, പഠിക്കുന്നതൊക്കെ? അത് സംഗീത സമുദായം പറഞ്ഞു തരണം. ഓ അങ്ങനെ. അതല്ല, ഞാനിപ്പോൾ പഠിച്ച് വെച്ചിരിക്കുന്ന, അതായത് ഇപ്പോൾ ഓൾറെഡി റെക്കോർഡിങ് കഴിഞ്ഞ് നമ്മൾ കേട്ട് പഠിച്ച പാട്ടുകളൊക്കെ മോൻ പ്രാക്ടീസ് ചെയ്യാറില്ലേ? ചെയ്യുന്നുണ്ട് പ്രോഗ്രാമിന് വേണ്ടി. അത് മോഹൻ